ഹലോ, ഇന്നിപ്പോൾ വൈകുന്നേരം ഒന്ന് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉഴുന്ന് ബോൾസാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഉഴുന്ന് വടേൻ്റെ അതേ റെസിപ്പിയൊക്കെ തന്നെയാണ്. വെള്ളുള്ളി ചെറുതാക്കി നുറുക്കിയത്, പച്ചമുളക് ചെറുതാക്കി മുറിക്കിയത്, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, ഉഴുന്ന്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഉഴുന്ന് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒന്ന് അരച്ചെടുക്കട്ടോ. നല്ല പേസ്റ്റ് ആവണ്ട, അതിൽ ലേശം ഒരു തരിപ്പ് ഉണ്ടാവണം കേട്ടോ. അപ്പം ഞാൻ എന്താ അരച്ചെടുത്തതിലേക്ക് കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, പിന്നെ പച്ചമുളക്, പിന്നെ നമ്മുടെ വെള്ളുള്ളി അരിഞ്ഞ് വെച്ചത്, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല മിക്സ് ചെയ്തിട്ട് പിന്നെ വേറെ പണിയൊന്നുമില്ല, എണ്ണ ചൂടാക്കുക, പിന്നെ അതിലേക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ. എനിക്ക് എപ്പോഴും ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ റൗണ്ട് ഷേപ്പിൽ ആക്കി ബോൾസൊക്കെ ഇട്ട് റെഡിയാക്കുമ്പോൾ അത് ശരിയാവാറില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ കണ്ടുപിടിച്ചതാണ്. ഉഴുന്നുവടയുടെ ടേസ്റ്റുമാണ്, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നമ്മൾ മറ്റേ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ കുറച്ച് റിസ്ക്കാണ്, എന്താ വട ഓട്ടയാക്കി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനത് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് അതിലോട്ട് ഓരോ ഇങ്ങനെ നുള്ളി പൊരിക്കില്ല, അതേപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നമ്മൾ നല്ല വറുത്ത് കോരി എടുക്കുക. പിന്നെ സോസോ അല്ലെങ്കിൽ നല്ല ചമ്മന്തിയുടെ കൂടെ നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ. പിന്നെ ഉഴുന്നുവടേൻ്റെ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ്, റൗണ്ട് അല്ല എന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ബ്രൗൺ കളറാകുമ്പോൾ നല്ല ഇങ്ങോട്ട് കോരിയെടുക്കുക കേട്ടോ. കോരിയെടുക്കുക. ഞാൻ ഇതിൻ്റെ ഉള്ളൊന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം. അകം നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. വേറെ സോസിൻ്റെ കൂടെയും ചമ്മന്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളെ ചാനലിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളിതുപോലെ ഉണ്ടാക്കാറുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിത് പൊടിച്ച് നോക്കുമ്പോൾ കണ്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും, പുറം നല്ല ക്രിസ്പി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.